എറണാകുളം വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി. ബുധനാഴ്ച രാത്രിയാണ് ഹബ്ബിലെ ടോയ്ലറ്റിൽ പെരുമ്പാമ്പിനെ കണ്ടത്. നിതിൻ അംബുജന് വിവരങ്ങൾ വെച്ചു. നിതിൻ, ആരോ ടോയ്ലറ്റിൽ കയറിയപ്പോഴാണോ പെരുമ്പാമ്പിനെ കണ്ടത്? ഈ പാമ്പിനെ എന്ത് ചെയ്തു നിതിൻ? എറണാകുളം വൈറ്റില മൊബിലിറ്റി ഹബ്ബിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ടോയ്ലറ്റിലാണ് ഈ പെരുമ്പാമ്പ് ഇല്ല ആ പോളിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് കണ്ടത്. അത്ര ഭീകരമായ വലിയ പെരുമ്പാമ്പല്ല, സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള വലിയ പെരുമ്പാമ്പല്ല. അത് പെരുമ്പാമ്പ് തന്നെയാണോ എന്തോ. നിതിൻ അംബുജൻ, നിതിൻ ഇതിനെ എന്ത് ചെയ്തു? പാമ്പിനെ എന്ത് ചെയ്തു? ഹാഷ്മി, അവിടെയുള്ള സുരക്ഷാ ജീവനക്കാരാണ് പാമ്പിനെ അവിടെ നിന്ന് തുരുത്തിയത്. നമുക്കറിയാം, ദീർഘദൂര യാത്രക്കാരടക്കം നിരവധി ആളുകൾ ദിവസേന എത്തുന്ന ഹബ്ബാണ് വൈറ്റില. ബുധനാഴ്ച രാത്രിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം ഉണ്ടായത്. ഒരു പെൺകുട്ടി അവിടെയുള്ള ലേഡീസ് ടോയ്ലറ്റ് ഉപയോഗിക്കാനായി അവിടെ എത്തിയതായിരുന്നു. ഉള്ളിൽ കയറുമ്പോഴായിരുന്നു അവിടെ ഒരു പെരുമ്പാമ്പിനെ കണ്ടത്. ടോയ്ലറ്റിന് പുറത്ത് സുരക്ഷാ ജീവനക്കാരുണ്ട്. പിന്നീട് സുരക്ഷാ ജീവനക്കാർ അവിടെയുള്ള ക്ലീനിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ആ പാമ്പിനെ അവിടെ നിന്ന് തുരുത്തിയത്. അത് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. മൊബിലിറ്റി ഹബ്ബിന് പിറകിൽ വലിയ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ നിന്നാണ് ഈ പാമ്പ് എത്തിയതെന്നാണ് വ്യാപാരികൾ അടക്കം പറയുന്നത്. നിരവധി തവണ വ്യാപാരികൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനു മുൻപും വിഷപ്പാമ്പടക്കമുള്ള ഇഴജന്തുക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ കാട് വെട്ടിത്തെളിക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല എന്ന വ്യാപകമായ പരാതി നേരത്തെ ഉയർന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബുധനാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ പെരുമ്പാമ്പിനെ വൈറ്റ്ല ഹബ്ബിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ ജീവനക്കാർ അവിടെ നിന്ന് ക്ലീനിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് പാമ്പിനെ അവിടെ നിന്ന് തുരുത്തിയത്. ഹാഷ്മി, ഇവിടെ അതൊരു എന്ന് പറഞ്ഞാൽ അതൊരു വനപ്രദേശമൊന്നും അല്ലല്ലോ, അത് നഗരമധ്യത്തിലുള്ള സ്ഥലമാണ്. പിന്നെ എങ്ങനെയാണ് ഈ പെരുമ്പാമ്പ് അവിടെ വരാനിടയായത്? നേരത്തെ സമാനമായ മുഖമുണ്ടോ? ടോയ്ലറ്റിൽ കയറുമ്പോൾ അതിനകത്ത് പെരുമ്പാമ്പ് ഇരിക്കാൻ എന്തൊരു ഭീകരാവസ്ഥയാണ്. ഒന്നടക്കം പറയുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നഗരഹൃദയത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഹബ്ബാണ്. ദീർഘദൂര യാത്രക്കാരടക്കം ദിവസേന നിരവധി യാത്രക്കാർ എത്തുന്നൊരു ഹബ്ബാണ്. രാത്രികാലങ്ങളിലടക്കം നിരവധി യാത്രക്കാർ അവിടെ എത്താറുണ്ട്. ഈ സ്ത്രീകളുടെ ടോയ്ലറ്റിന് സമീപമാണ് ഇത്തരത്തിൽ പാമ്പിനെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഹബ്ബിന് പുറകിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒരു ഭാഗമാണുള്ളത്. പലതവണ അവിടുത്തെ വ്യാപാരികളടക്കം ഈ കാട് വെട്ടിത്തെളിക്കണമെന്ന് ആവശ്യം ഉയർത്തിയിരുന്നു. പക്ഷേ ഈ ഹബ്ബിന്റെ അധികൃതർ അതിനോട് ഒരു അനുഭവപൂർവ്വമായ നടപടി സ്വീകരിച്ചില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ പാമ്പിനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.